ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. പിന്നെ ചേട്ടയുടെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പം രാവിലെ എഴുന്നേറ്റ് പാടെ ഞാൻ ആദ്യം എടുത്ത ഫോണാണ്. രാത്രി വിഷസൊക്കെ അയച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ലേറ്റ് ആയിട്ടോ. 12 മണിയായപ്പോൾ കറക്റ്റ് ഞാൻ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇട്ടു, വിഷ് ചെയ്തു. അപ്പോൾ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ നേരം റിപ്ലൈസ് ഒക്കെ നോക്കിയിട്ടാണ് കിടന്ന് ഉറങ്ങിയത്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാൻ കുറച്ച് വൈകി. എഴുന്നേറ്റ് പാടെ ആദ്യമേ തന്നെ നോക്കിയത് കട്ടിലേക്കാണ്. എൻ്റെ കാലിൽ കിടന്ന പാദസരം കാണാനുണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും ഇത് കേട്ടോ, എൻ്റെ പരിപാടി ഇതാണ്. ഇതിപ്പോഴും ഊരിപ്പോവും. എൻ്റെ ഒരു കാല് ചെറുതും ഒരു കാല് വലുതുമാണ്. ഇടത്തെ കാലം ഇങ്ങനെ ഊരിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ എപ്പോഴും സ്വർണ്ണത്തിലൊരു കുഞ്ഞു നൂല് പോലത്തെ ഒരു പാദസരം വാങ്ങിച്ചിട്ടുണ്ടെന്ന് ചേട്ടായോട് പറയുന്നത്. ചേട്ടായി ഇത് ഞാൻ എന്നും കളയുന്നതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വാങ്ങണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന പാടത്തേ ഞാൻ കുളിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. കുളിക്കാന്ന് വെച്ചാൽ ദേഹം കഴുകാനാട്ടോ. ഞാൻ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ തല കഴുകാറുള്ളൂ. അപ്പം രാവിലെ തന്നെ നന്നായിട്ട് ചൂട് കാരണം എനിക്കങ്ങ് ദേഹം കഴുകാൻ തോന്നി. സാധാരണ ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട്. ഇന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ എക്സസൈസ് ചെയ്തില്ല. നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയായിരുന്നു. സാധാരണ ഞാൻ എക്സസൈസ് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ ദേഹം കഴുകുന്നത്. ഇന്ന് പിന്നെ വിശക്കാനും തുടങ്ങി. പിന്നെ രാത്രി നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് പിന്നെ രാവിലെ അങ്ങ് ദേഹം കഴുകി. അപ്പോൾ എണീറ്റ പാടെയുള്ള ഫസ്റ്റ് പരിപാടി ബെഡ്ഷീറ്റും പുതപ്പും ഒക്കെ മടക്കി വെക്കലും വിരിച്ച് വെക്കലുമാണ് കേട്ടോ. അപ്പം ബെഡ് ഞാനിങ്ങനെ വിരിച്ച് നല്ല ഭംഗിയായിട്ടൊക്കെ വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ വന്ന് കയറി കിടക്കും. ഇടയ്ക്ക് എന്തെങ്കിലും ബോറടിക്കുമ്പോൾ കുറച്ച് നേരം കിടക്കും കേട്ടോ. അങ്ങനെ കിടന്ന് അത് ഫുള്ള് നശിപ്പിക്കും. എന്നാലും രാവിലെ നമുക്കൊരു എഴുന്നേറ്റ് വരുമ്പം എന്തെങ്കിലുമൊക്കെ കാണിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കേട്ടോ. ഞാനിതെന്നും ചെയ്ത് വെക്കും, എന്നും ഞാൻ തന്നെ കൊളാക്കും. പിന്നെ നേരെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു കുപ്പി ഉണ്ട് കേട്ടോ. ഇത് അനിയത്തിയുടെ കുപ്പിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് എറണാകുളത്തായിരുന്നപ്പോൾ തന്നെ എനിക്ക് നോട്ടം വെച്ചിരുന്നതാണ്. അപ്പം അവളാണെങ്കിൽ ഡെക്കാത്ലോണിലോ അങ്ങനെ എങ്ങാണ്ട് വാങ്ങിയത്. അപ്പം ഞാനിവിടെ അങ്ങനെ ഷോപ്പിലൊന്നും പോകാറില്ലാത്തതുകൊണ്ട് വാങ്ങാൻ മടിയൊക്കെ ആയിട്ട് അങ്ങ് ഇരിക്കരുത്. അപ്പോഴാണ് അവൾ അവിടെ നിന്ന് ജോലി നിർത്തിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇപ്പം ഇവിടെ വേറെ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഈ കുപ്പി അവൾ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് അങ്ങ് പോയി. ആ ഒരു കുപ്പി എനിക്ക് കിട്ടി. അപ്പോൾ അതിനകത്ത് വെള്ളം നിറച്ച് വെച്ചിട്ട് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. എനിക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം എനിക്ക് ഈ വെറൈറ്റി ആയിട്ടുള്ള കുപ്പിയോ അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ കുടിക്കും. അപ്പോൾ ഈ ഒരു കുപ്പി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് രാവിലെ ഞാൻ വെള്ളം നിറച്ച് വെക്കും കേട്ടോ. എന്നിട്ട് വൈകുന്നേരമെങ്കിലും ആകുമ്പോഴത്തേന് ആ കുപ്പി കുടിച്ച് തീർക്കാൻ ശ്രമിക്കും. കാരണം അത്രയും വെള്ളം കുടിക്കുകയുള്ളൂ. എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകണമെന്നുള്ളത് ഭയങ്കര മടിയായതുകൊണ്ട് എനിക്ക് വെള്ളം കുടിക്കാൻ മടിയാണ്. എത്ര ചൂടാണെങ്കിലും എനിക്കധികം വെള്ളം കുടിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് അപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് അപ്പച്ചട്ടിയിൽ വെക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇതേപോലെ ഇൻഡക്ഷനിൽ വെച്ച് തന്നെ ഈ ഒരു പാനിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രേമിൻ്റെ അമ്മയായിട്ട് എനിക്ക് പറഞ്ഞു തന്നത്. ഒരു ദിവസം ഞാനിങ്ങനെ ഗ്യാസ് തീർന്നു, അതുകൊണ്ട് അപ്പം ഉണ്ടാക്കാൻ പറ്റത്തില്ല അങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ അമ്മയാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞ്. അപ്പോൾ അന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പം വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എനിക്കിതാണ് കേട്ടോ കുറച്ചുകൂടി എളുപ്പം. പറ്റിയപ്പോലെ ചുറ്റിക്കുകയും വേണ്ട, ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതിയില്ല. അപ്പോൾ ഞാൻ അതിന് ശേഷം ഇങ്ങനെ തന്നെയാണ് അപ്പം ഉണ്ടാക്കുന്നത്. ഗ്യാസ് പെട്ടെന്നായിരിക്കും തീർന്നത്. ഞങ്ങൾക്ക് ചെറിയ കുറ്റാട്ടോ, അതുകൊണ്ട് അധിക ദിവസം നിൽക്കത്തില്ല. ഇപ്പം ഇവിടെ എത്ര പേരുണ്ടല്ലോ, അപ്പോൾ 8 പേരുള്ളതുകൊണ്ട് നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കിയാലും കുറേ കൂടുതൽ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർന്നു പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർഡർ ചെയ്ത് അത് കിട്ടാൻ മടിയായതുകൊണ്ട് ഫുള്ള് ഇൻഡക്ഷനിലാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ വലിയ കറണ്ട് ബില്ല് വരുന്നുമില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ അത് കംഫർട്ടബിൾ ആയതുകൊണ്ട് ഇൻഡക്ഷനിൽ തന്നെ എല്ലാ പരിപാടിയും ഞാൻ ചെയ്യുന്നത്. അപ്പം കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ ഞാൻ അവിടെ പിന്നെ ക്ലീൻ ആക്കി. അതിന് കുക്കിങ്ങും കഴിഞ്ഞ് ആ ഒരു ഭാഗമൊക്കെ അങ്ങ് ക്ലീൻ ആക്കി ഇടുന്നുണ്ട്. ഫുഡൊക്കെ ഇങ്ങനെ തെറിക്കുമല്ലോ, അപ്പോൾ ആ സൈഡിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. എനിക്ക് പിന്നെ എന്തെങ്കിലും പണി തുടങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഫുള്ള് തീർക്കണം. അപ്പോൾ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഞാൻ അവിടെ നിന്ന് പിന്നെ അനങ്ങത്തുള്ളൂ. അപ്പോഴേക്കും തന്നെ 10 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ ഒരു ഗ്ലാസ് ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. എനിക്ക് പിന്നെ ഇങ്ങനെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പതുക്കെ 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 എൻജോയ് ചെയ്യത്തുള്ളൂ. എൻ്റെ അത്യാവശ്യം ഇങ്ങനെ പരിപാടിയൊക്കെ തീർത്ത് സ്ലോ മോഷനാട്ടോ. ഞാൻ കുറച്ച് സ്ലോയിൻ്റെ ആളാണ്, പക്ഷേ ഞാൻ എൻജോയ് ചെയ്യും. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ കുറച്ച് എൻജോയ് ചെയ്യും. നേരത്തെ എനിക്ക് കുക്കിംഗ് തീരെ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം ഞാൻ പിന്നെ കുറച്ച് എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ ഇങ്ങനെ നോക്കി ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിള്ളേരൊക്കെ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും. ഞാൻ മാത്രമാണ് ഇവിടെ സ്ലോയുടെ ആൾ. ഞാൻ ഇന്ന് കഴിക്കുമ്പോഴത്തേനും ഒരു 10 മണിയാവും. ഇപ്പോൾ രാവിലെ എനിക്ക് എക്സസൈസ് ചെയ്യുന്ന ദിവസമാണെങ്കിലും ഒരു പഴം കഴിച്ചിട്ട് ഞാൻ എക്സസൈസൊക്കെ ചെയ്ത് വന്നിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കുള്ളൂ. പിന്നെ ചൂടായിട്ട് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കില്ല. എനിക്ക് അപ്പം തന്നെ ഞാൻ ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കത്തേ ഉള്ളൂ. അപ്പോൾ ബാക്കി വന്ന മാവെടുത്ത് ഞാൻ പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുഞ്ഞു പാത്രത്തിൽ കൊള്ളാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മര്യാദയ്ക്ക് കറി ഉണ്ടാക്കിയിട്ട് അപ്പം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഞാൻ ആദ്യമേ പോയി അപ്പം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഞാൻ കഴിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേനും അപ്പം തണുത്തു പോയി. ഡെയിലി പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു മണ്ടത്തരം കാണിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല. അപ്പോൾ പിന്നെ രാവിലെ തന്നെ അത് കറക്റ്റായിട്ടങ്ങ് കഴിഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ കറിക്കുള്ളത് അരിഞ്ഞു കഴിഞ്ഞു. അപ്പം തക്കാളിയും സവോളയും പച്ചമുളക് ഇഞ്ചി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും വലിയ പരിപാടി ഈ അരിയലാണ്. എനിക്ക് കറി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ സവോള അരിയാൻ ഭയങ്കര മടിയാണ് കേട്ടോ.
അപ്പോൾ ഗ്രീൻ പീസ് മസാലയൊക്കെ ചേർത്ത് ആ ഒരു രീതിയിൽ മസാലക്കറി പോലെ അങ്ങ് ആക്കി. തേങ്ങ ഉണ്ടായിരുന്നില്ല. എനിക്ക് തേങ്ങ അരച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നും ഇല്ലെങ്കിലും ഗ്രീൻ പീസ് തന്നെയാണെങ്കിലും തേങ്ങ അരച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചേട്ടായിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ എല്ലാം കഴിക്കും, ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ കഴിക്കാതിരിക്കത്തില്ല. ഞാനും അങ്ങനെ തന്നെയാണ്. എല്ലാം മാറി മാറി ഉണ്ടാക്കും. ഒരേ സാധനം തന്നെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര പാടല്ലേ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും അടുക്കളയിൽ ഫുള്ള് ചോറൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കാലയിൽ ഒട്ടി അതങ്ങ് ഇതാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ തന്നെ അടിച്ചിട്ടു. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊക്കെ കഴിക്കുമ്പോഴത്തേനും കുറച്ച് ചോറും അതൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അപ്പം തന്നെ അങ്ങ് അടിച്ചിടുവാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഞാൻ തന്നെ അത് ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി ഒട്ടി 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 അവിടെ തറ ഫുള്ളാവും. പിന്നെ കണ്ടപാടെ അങ്ങ് അടിച്ചിട്ടു. പിന്നെ കിച്ചണിൽ വന്നപ്പോൾ ചേച്ചി പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി സിങ്കിൻ്റെ ഭാഗമൊക്കെ കുറച്ച് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പാത്രം കഴുകാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേനും ഞാൻ കഴിച്ചിട്ട് കുക്കിംഗ് ഒക്കെ കഴുകി വന്നപ്പോഴത്തേനും ആൾ കഴുകി വെച്ചു. അപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങളങ്ങ് നീറ്റായിട്ട് ചെയ്യാമെന്ന് വെച്ചു. എനിക്ക് കിച്ചൺ ഭയങ്കരമായിട്ട് വൃത്തിക്ക് കിടക്കും കേട്ടോ. മുറി പിന്നെ ഞാൻ ഇടയ്ക്ക് അലങ്കോലമായിട്ടൊക്കെ ഇടും. ഞാൻ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ ഫുള്ള് പാത്രമൊക്കെ കഴുകി ആ സൈഡ് മുഴുവൻ ഉരച്ച് കഴുകി ഇങ്ങനെ കുറേ സമയം എടുക്കും. ഞാൻ എന്ത് പണി ചെയ്താലും ഇങ്ങനെയാണ് സ്ലോ മോഷനിൽ അരിച്ചരിച്ചരിച്ചരിച്ച് പതുക്കെ ചെയ്യുള്ളൂ. എന്നാൽ എനിക്കിങ്ങനെ ആ ഒരു തൃപ്തി വരുന്ന രീതിയിൽ ചെയ്യണം. പണ്ട് മുതലേ എനിക്കങ്ങനെ കേട്ടോ. എന്തെങ്കിലും മേക്ക് ഓവർ ചെയ്താലും അതിങ്ങനെ അവസാനം വരെ തൃപ്തി വരുന്ന രീതിയിൽ ചെയ്തുകൊണ്ടേ ഞാനിരിക്കും. അപ്പോൾ കുറച്ച് പാത്രമേ കഴുകാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി വന്ന പാത്രവും കഴിച്ച പാത്രമൊക്കെ അങ്ങ് കഴുകി വെച്ചു. പിന്നെ സിങ്കൊക്കെ തുടയ്ക്കാനുണ്ടായിരുന്നു. കുറച്ച് കുപ്പിയൊക്കെ ആ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. ആ ഒരു പച്ച സംഭവം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ അത് അവർ വേസ്റ്റ് ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഈ ഒരു കുപ്പിയും ലോഷനും ഒക്കെ വെക്കാനായിട്ട് നല്ലതല്ലേ. അപ്പോൾ ഞാൻ അന്നിങ്ങനെ കഴുകിയെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനകത്ത് കേട്ടോ എല്ലാ സാധനങ്ങളും വെക്കുന്നത്. അപ്പോൾ കുറച്ച് വേസ്റ്റ് തീർന്ന കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തങ്ങ് കളഞ്ഞു. പിന്നെ ആ ഭാഗം കഴുകി. പെട്ടെന്ന് മറ്റേ ഈച്ച വരും. കൂവീച്ച എന്നാണ് ഇതിന് പറയുന്നത്. ഞങ്ങളുടെ കുഞ്ഞ് ഈച്ചയില്ലേ. അപ്പോൾ ആ സാധനം ഇങ്ങനെ അതിൽ കൂടെ ഒക്കെ കറങ്ങി കിടക്കുന്നുണ്ട്. എനിക്കതിനെ കാണുന്നതേ അലർജിയാണ്. അപ്പോഴത്തേക്കും പിന്നെ അവിടെ ഫുള്ളങ്ങ് കഴുകിയിടുവാണെങ്കിൽ അതൊക്കെ അങ്ങ് പൊക്കോളും. അങ്ങനെ അവിടുത്തെ ക്ലീനിങ്ങും കഴിഞ്ഞു കേട്ടോ. ആ ഒരു സ്ലാബും ഫുള്ള് തുടയ്ക്കുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് ഇപ്പം ഗ്യാസ് നമ്മളൊന്നും വെക്കുന്നില്ല. ഗ്യാസ് തീർന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പം ഇത് പെട്ടെന്ന് തീർന്നും പോവും. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പം ഓർഡർ ചെയ്ത് ആ സാധനം വരാനായിട്ട് കുറേ വെയിറ്റ് ചെയ്തിരിക്കണം. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം അങ്ങനെ വിചാരിച്ചിങ്ങനെ ഇരിക്കാം കേട്ടോ. ഞങ്ങൾ വലിയ ഊറ്റി കിട്ടുമെന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ഒരു ക്ലീനിങ് കഴിഞ്ഞു. പിന്നെ ഞാൻ വന്ന് കിച്ചണിലേക്ക് കയറി. അപ്പോൾ ഇവിടെയും കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ചോറൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. ബാക്കി ഈ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളും മാത്രമേ എനിക്കുള്ളൂ. എല്ലാവരും ഉള്ളതുകൊണ്ട് ഓരോരുത്തർ ഓരോ ജോലികളൊക്കെ ചെയ്യും. അപ്പം എനിക്ക് മെയിനായിട്ട് ഇഷ്ടമുള്ള പരിപാടി ഇതായതുകൊണ്ട് പിന്നെ ഞാനും ആ ഒരു ജോലികളാണ് കൂടുതൽ ചെയ്യാറുള്ളത്. പിന്നെ കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ തുണി അലക്കി പിന്നെ ഞാനത് ഊരി പിഴിയുന്നുണ്ട്. എൻ്റെ തുണിയിലൊക്കെ കഴിഞ്ഞപ്പോൾ വെയിലൊക്കെ പോയായിരുന്നു കേട്ടോ. പിന്നെ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും മറ്റേ മെഷീനിൽ ഊരി പിഴിയുന്നതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നാളെ ഒരു ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഉണങ്ങി കിട്ടും. വെയിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടും. പക്ഷെ പകൽ വരുന്ന വെയിൽ ഭയങ്കര വെയിലാട്ടോ. നമുക്ക് പുറത്തു പോയി നിൽക്കാൻ പോലും വരത്തില്ല. ബെഡ്ഷീറ്റ് മാറിയതൊക്കെ അലക്കാനുണ്ടായിരുന്നു. കറക്റ്റ് ചേച്ചിയും ബെഡ്ഷീറ്റൊക്കെ അലക്കിയിട്ടു. അതുകൊണ്ട് പിന്നെ വിരിക്കാൻ ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇപ്പുറത്തായിട്ടൊരു ഷെഡുണ്ട്. മഴയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഷെഡിലാണ് ഇടുന്നത്. മേളിൽ ഒരു പടുത ഇട്ടിട്ടുള്ളതുകൊണ്ട് ഉള്ളിലേക്ക് വെള്ളം കയറത്തില്ല. അപ്പം ഷെഡിൽ കഴിഞ്ഞാൽ പിന്നെ നനയാതെയും കിടന്നുള്ളൂ. അപ്പം ഞാൻ പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ആ ഷെഡിലേക്ക് വന്നിട്ടു. പിന്നെ ഒരു സ്റ്റാൻഡ് പോലത്തെ സംഭവം ഉണ്ട് കേട്ടോ. ഞാൻ പണ്ട് മീഷോന്നെങ്ങാണ്ട് വാങ്ങിയതാണ്. അതിലും കുറച്ച് ഡ്രസ്സുകളും ഇന്നേഴ്സൊക്കെ അതിലിടും. അതിൽ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നമുക്ക് ഇടാൻ വേണ്ടി പറ്റും. അപ്പോൾ വലിയ പുതപ്പൊക്കെ ഞാൻ ഇവിടെ കൊണ്ടങ്ങിട്ടു. ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി. കാരണം ഭയങ്കര വെയിലും ചൂടും ഒക്കെ ആയതുകൊണ്ട് നാളെ പപ്പടം പോലെ ഉണങ്ങി കിട്ടിക്കോളും. പിന്നെ കുറച്ച് അടിച്ച് വാരാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്ന് പേട്ട വരെ കേക്ക് വാങ്ങാൻ വേണ്ടി പോകണം. ചേട്ടായുടെ ബർത്ത്ഡേക്ക് വേണ്ടി നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോകേണ്ടതുള്ളതുകൊണ്ട് തുടയ്ക്കാനുള്ള സമയം കിട്ടില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് അടിച്ച് വാരിയിട്ടിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വേനലായത് നല്ല പൊടിയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലാതെ വേസ്റ്റ് കാര്യങ്ങളൊന്നും അങ്ങനെ പേപ്പറൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ പൊടി ഇപ്പോൾ നല്ലപോലെ കയറുന്നുണ്ട്. മുറ്റത്തെ പുല്ലൊക്കെ ഉണങ്ങിപ്പോയിട്ട്. അപ്പം പുറത്തുനിന്ന് അകത്തേക്ക് വരുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് പൊടി ഉണ്ടാവും. കുഞ്ഞുങ്ങളായതുകൊണ്ട് എപ്പോഴും അവർ ഓടി കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. വേറെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇടത്തില്ല കേട്ടോ. ആകെപ്പാടെ അങ്ങനത്തെ ചെറിയ പൊടിയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് മിക്കവാറും ദിവസം തുടയ്ക്കാറുണ്ട്. ഇന്നെനിക്ക് സമയമില്ലാത്തതുകൊണ്ട് പിന്നെ അത്യാവശ്യം അടിച്ച് വാരിയിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഒരു ഒന്നരാടോ അങ്ങനെയൊക്കെ തുടയ്ക്കാറുണ്ട്. അപ്പം ഇന്നലെ തുടച്ചതാണ്. ഇന്ന് ഞാനിങ്ങനെ പൊടിയൊക്കെ കണ്ടപ്പോൾ തുടയ്ക്കണം എന്നുള്ള മൈൻഡ് ഉണ്ടായിരുന്നതിൽ സമയം കിട്ടിയില്ല. പിന്നെ ഞാൻ പോയിട്ട് മുറ്റത്തെ ഇലയും കൂടി പിറക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമേ ആകെയുള്ളൊരു പണിയുള്ളൂ. ഇവിടെ പിന്നെ ഇന്ന് മുറ്റടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഒരു സൈഡ് മാത്രം നമ്മൾ അടിച്ചിട്ടാൽ മതി. ഫ്രണ്ട് വശത്ത് തേക്കലയാണ് വീഴാറുള്ളത്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് പിറക്കി കളഞ്ഞാൽ മതി. കാറ്റടിച്ച് ഇങ്ങോട്ട് വരണേ. അല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ മാത്രമേ ഇല ഉണ്ടാവുള്ളൂ കേട്ടോ. ചില ദിവസം കാറ്റടിക്കണമുണ്ട് ഇലയൊക്കെ ഇങ്ങോട്ട് പറന്ന് വരും. അപ്പം ഇടയ്ക്കൊരു 3-4 ദിവസം കൂടുമ്പോൾ ഒന്ന് പിറക്കാനുള്ളതേ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ ഡെയിലി പിറക്കേണ്ട ആവശ്യം പോലും വരാറില്ല. അപ്പോൾ പിള്ളേരാണെങ്കിൽ അമ്മയുടെ കൂടെ ആ പറമ്പിൽ പോയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ 2 വേറെ പിള്ളേർ വരും. അപ്പോൾ അവരെല്ലാവരും കൂടി ഇന്ന് കളിയൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ മഴ തുള്ളാൻ തുടങ്ങിയപ്പോഴത്തേനും അവർ കയറി വന്നു. അപ്പോഴത്തേനും പിന്നെ പപ്പായും പണിയൊക്കെ കഴിഞ്ഞ് വന്നു.
തുണി വിരിച്ചൊരു മണിക്കൂർ പോലും ആയില്ല കേട്ടോ. പിന്നെ ഞാൻ എല്ലാ തുണിയും എടുത്ത് ഷെഡിലേക്ക് ഇട്ടു. പിന്നെ നേരത്തെ വിരിച്ച തുണി ഉണ്ടായിരുന്നു, അത് പിന്നെ ഉണങ്ങി എടുത്തുകൊണ്ട് വന്നു. ഇപ്പം തന്നെ ഞാൻ മടക്കി വെച്ചില്ലെങ്കിൽ ഞാൻ മടി പിടിച്ചിരിക്കും കിട്ടും. അതുകൊണ്ട് ഞാൻ നേരെ എടുത്ത് ബെഡിലേക്ക് ഇട്ടേക്കും. കാരണം ബെഡിൽ കിടക്കുന്ന കാണുമ്പോഴത്തേനും നമ്മൾ ഉറങ്ങാൻ വരുമ്പോഴെങ്കിലും എങ്ങനെയും മടക്കി വെക്കുമല്ലോ, ഇല്ലെങ്കിൽ തുണി മടക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ ചെയ്യുന്നൊരു ട്രിക്കാണ്, കസേരയിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ. അവിടെ ഞാൻ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് മടി പിടിച്ചിരിക്കും. ബെഡിലിട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ ഇരിക്കാനോ പിടിക്കാനോ ഞാൻ എപ്പോഴും ബെഡിൽ വന്നിങ്ങനെ ഇരിക്കും. എനിക്ക് ഭയങ്കര, ഞാൻ എന്ത് ചെയ്യുവാണെങ്കിലും ബെഡിൽ വന്നിരുന്നിട്ടായിരിക്കും എഡിറ്റിങ് ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് വന്നിട്ട് ഇനി കാണുമ്പം എടുത്ത് മടക്കി വെക്കും. അപ്പോൾ എന്തായാലും മടക്കി വെച്ചിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ പിന്നെ വന്ന് കഴിയുമ്പോൾ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് തുണി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം വേഗം ഞാനങ്ങ് മടക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നുണ്ട്. ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് പോയത്. കാരണം കേക്ക് ഓർഡർ ചെയ്തിട്ട് വൈകുന്നേരം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് അറിയാവുന്ന ഒരു കുട്ടിയുടെ അടുത്ത് ഞാൻ കേട്ടോ ഓർഡർ കൊടുത്തത്. ആൾ ഹോം ബേക്കറാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ബേക്ക് ചെയ്ത കേക്കാണ് കേട്ടോ. അപ്പോൾ ബട്ടർ സ്കോച്ച് ഫ്ലേവറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാൻ ടൗണിലേക്ക് പോവുകയാണ്. നമ്മുടെ ഇങ്ങോട്ടേക്ക് കുറച്ച് ഉള്ളിലേക്ക് വരാണ്ടല്ലോ. അപ്പോൾ ഞാൻ ടൗണിൽ വന്ന് പിക്ക് ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പേട്ടയ്ക്ക് പോകാം കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ. റോഡ് സൈഡ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഫ്രണ്ടിൽ വരെ ഓട്ടോ വരും. അപ്പോൾ ഇവിടെ നിന്നൊരു 2.5 കിലോമീറ്റർ ഉണ്ട് തെടനാട്ടേക്ക്. പിന്നെ വേറെ അപ്പുറത്തോടെ ഒരു വഴിയുണ്ട് കേട്ടോ. അവിടെ നിന്നും ഇവിടെ നിന്നൊരു 1 കിലോമീറ്റർ പോയാൽ റോഡ് എത്തും. പിന്നെ ബസ്സിൽ കയറി പോകണം. അപ്പോൾ ഓട്ടോയ്ക്ക് സെയിം പൈസ ആയതുകൊണ്ട് പിന്നെ ഞാൻ തെടനാട്ടേക്ക് തന്നെ ഓട്ടോ വിളിച്ച് തെടനാട് പോയിട്ട് ഇറങ്ങി. അപ്പോൾ തെടനാടിൽ നിന്ന് പിന്നെ ബസ് കയറി പേട്ടയിലെത്തി. അപ്പോൾ വിഷ്ണുപ്രിയയോട് ഞാൻ കേക്ക് വാങ്ങിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ പേട്ട എത്തിയപ്പോൾ കുറച്ച് വൈകി. അപ്പോൾ അവളിവിടെ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൊണ്ട് ഡെലിവറി ചെയ്യാൻ പറയുമ്പോഴത്തേനും അവർ അവിടെ ഡെലിവറി ചെയ്തു. പിന്നെ ഞങ്ങൾ ചേട്ടായിക്കുള്ള ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് ചേട്ടയുടെ ഫേവറേറ്റ് ഷോപ്പാട്ടോ. ഞങ്ങൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ കുറേ തവണയായിട്ട് ചേട്ടായിക്ക് ഡ്രസ്സൊക്കെ എടുക്കുന്നത്. അപ്പോൾ റെട്ടാകുന്നതാണ് പേര്. പിന്നെ ഡി മിലാനോയിലാണ് ഞാൻ കയറുന്നത്. എനിക്ക് അവിടത്തെയും ജീൻസൊക്കെ മിക്കവാറും ഞാൻ അവിടെ നിന്ന് വാങ്ങും. നല്ല ക്വാളിറ്റി ഉണ്ട്, കുറേ വെറൈറ്റീസും കിട്ടും. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഷർട്ടാണ് കേട്ടോ നോക്കിയത്. ഈ പ്രാവശ്യം പോയിട്ട് എനിക്കിങ്ങനെ ഷർട്ട് നോക്കിയിട്ട് ഒന്നും അങ്ങ് മനസ്സിൽ പിടിച്ചില്ല. പിന്നെ ഇത് കണ്ടപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു, അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ചേട്ടാ ഇപ്പോൾ കൂടെ ഉണ്ടെങ്കിൽ ആൾക്ക് ഇഷ്ടപ്പെടുന്നത് നോക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വാങ്ങുന്നത്. ഇത് നമ്മൾ തന്നെ വാങ്ങുമ്പം ഒരു കൺഫ്യൂഷനാണ്, ഇഷ്ടപ്പെടുമോ, ടേസ്റ്റിനനുസരിച്ചാണോ, കളർ ഇഷ്ടപ്പെടുമോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം ചേട്ടയ്ക്ക് കൂടുതൽ ലൈറ്റ് കളേഴ്സാണ് ഇഷ്ടം, അതെനിക്ക് അറിയാമായിരുന്നു. പിന്നെ ഇത് കണ്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നി, ഇതുവരെ ഇല്ലാത്തൊരു ടൈപ്പ് വേറെ പ്രിൻ്റ് ഉള്ളതുണ്ട്, ഒരു 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 റോസ് ആ ഒരു മിക്സ് വരുന്നത്. അപ്പം എന്തായാലും ഞങ്ങൾ ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മാറി എടുക്കാമല്ലോ, ഞങ്ങൾ ഇവിടുന്ന് എപ്പോഴും വാങ്ങുന്നതാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് ഒരു റോള് കഴിച്ചു. പുറത്തിറങ്ങിയതല്ലേ, അപ്പോൾ അവളും കൂടെ വന്നല്ലോ, അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടും കൂടെ പോയിട്ട് ഒരു ഷവർമ റോള് കഴിച്ചു. എനിക്ക് റോൾ അങ്ങനെ പിടിച്ച് കഴിക്കാറില്ല കേട്ടോ. റോള് ഞാനിങ്ങനെ പുറത്തെടുത്തിട്ട് അത് സാധാരണ രീതിയിൽ കഴിക്കുള്ളൂ. അപ്പം എല്ലാവരും ചോദിക്കും എന്നാൽ പ്ലേറ്റ് വാങ്ങിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ പ്ലേറ്റ് ഫുള്ള് കഴിക്കത്തില്ല കേട്ടോ. പ്ലേറ്റിൽ കുറേ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഫുള്ള് ഞാൻ കഴിക്കത്തില്ല. എനിക്ക് റോള് കഴിക്കുമ്പോൾ എൻ്റെ വയറ് നിറയും. അതുകൊണ്ട് ഞാൻ വേസ്റ്റ് ആക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് റോള് വാങ്ങിച്ചിട്ട് കഴിക്കും. അവളാണെങ്കിൽ ആ റോളിനകത്ത് വെച്ചിട്ട് തന്നെ കഴിച്ചു കിട്ടും. അതിനും വേണം ഒരു കഴിവ്, എനിക്കങ്ങനെ കഴിക്കാനേ അറിയില്ല. പിന്നെ അതേ ഞങ്ങൾ പുറത്ത് പോയിട്ട് ബസ് കയറി ടൗണിലെത്തിയപ്പോഴത്തേനും അവളുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആൾ ഓട്ടോ ഓടിക്കാം കേട്ടോ. അപ്പം എന്നെ അവർ വീട്ടിൽ കൊണ്ടേ ആക്കി. അപ്പോൾ കേക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഫുള്ള് അവൾ കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട് വരെ കൊണ്ടുവന്നു. പക്ഷേ ചേട്ടായി ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല, എല്ലാം കേക്ക് മുറിക്കായിരുന്നു. അപ്പോൾ ചേട്ടായി വരാൻ വേണ്ടിയിട്ട് കുറേ താമസിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവർ പോയിട്ട് പിന്നെ ഞാൻ പിറ്റേ ദിവസം അവൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ കൊണ്ടുപോയിട്ടാണ് കേക്ക് കൊടുത്തത്. അപ്പോൾ അവർ വീട്ടിലൊക്കെ വന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ പിള്ളേർ ഈ കേക്കൊക്കെ കണ്ടപ്പോഴത്തേനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അവർ പുറത്തൊക്കെ പോയിട്ട് വീട്ടിൽ വന്നേക്കായിരുന്നു. പിന്നെ ഞാൻ ചെന്ന പാടെ കയറി കുളിച്ചു. അപ്പോൾ ചേട്ടായി വരുമ്പോഴത്തേനും സർപ്രൈസായിട്ടെല്ലാം എടുത്തു വെക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചങ്ങ് ഇരിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ പ്ലാൻ മറ്റൊന്നായിരുന്നു, ഫുള്ള് താളം തെറ്റി. അപ്പം ഞാനാണെങ്കിൽ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചെന്നിട്ട് കുറച്ച് നേരം വീഡിയോ കോളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രേമിൻ്റെ അമ്മയും ഞാനിങ്ങനെ കുറേ നേരം വർത്താനൊക്കെ പറയുന്നത്, ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ അവനുമായിട്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, ഏകദേശം പണികളൊക്കെ പകൽ തന്നെ തീർന്നായിരുന്നു. അപ്പോഴത്തേക്കും ആണെങ്കിൽ ചേട്ടായി വന്നപ്പോഴത്തേനും കുഞ്ഞിന് വയ്യാണ്ടായിട്ടോ, കുറച്ച് ഛർദിയൊക്കെ ആയിട്ടും തീരെ വയ്യാണ്ടായി. അപ്പോൾ പിന്നെ ഞാനും ചേട്ടായും ചേച്ചിയും കൂടെ ഹോസ്പിറ്റലിൽ പോയി. ഇവിടെ പേട്ടയിൽ PMCയിലാണ് പോയത്. അപ്പം കുട്ടികൾക്കുള്ള ഡോക്ടർ ഉണ്ടായിരുന്നു, അവിടെ നൈറ്റും ഡോക്ടറൊക്കെ ഉണ്ട്. അപ്പം ഫുഡ് കഴിച്ചത് വയറ്റിൽ പിടിക്കാഞ്ഞിട്ടാട്ടോ, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ആൾ ഓക്കെ ആയി. നേഴ്സുമാരങ്ങ് കൂട്ടിക്കൊണ്ട് പോയി കൂടെ പോവുകയും ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദൂരം അങ്ങ് കഴിഞ്ഞപ്പോഴത്തേനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം പുറകിലിരുന്നപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്ക് വിളിച്ചപ്പോൾ അപ്പം തന്നെ കയറി വന്നു. എൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് വണ്ടി പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാൽ ആ ഒരു ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല. കേക്കൊക്കെ കണ്ടപ്പോഴത്തേനും ആൾ നല്ല ഉഷാറായി. മാളും സിദ്ധു ഇറങ്ങി പോയായിരുന്നു കേട്ടോ. പിന്നെ കേക്ക് വേറെ വിളിച്ചപ്പോഴത്തേനും രണ്ടാൾ വന്നു. ആദ്യം മാളും എഴുന്നേറ്റുള്ളൂ. അപ്പോൾ അവളെ കൂട്ടി കേക്ക് മുറിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ സിദ്ധുവിനെ എഴുന്നേൽപ്പിച്ച്.
അപ്പോൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് അവിടെ കസേര ഇരുത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ അറിയാതെ വീണു കിട്ടും. പിന്നെ കുറച്ച് നേരം കരച്ചിലായി. പിന്നെ ഞാൻ എടുത്ത് എന്തൊക്കെയോ പറയും കേക്ക് മുറിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി. വീണ്ടും ഒന്നും പറ്റിയൊന്നുമില്ല, പക്ഷേ പിള്ളേരല്ലേ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പേടി വരുമല്ലോ, അപ്പം അങ്ങനെ പറ്റിയതാണ്. പിന്നെ കേക്കൊക്കെ നോക്ക്, ഇതാ നോക്കി കേക്ക് മുറിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ആശാൻ ഓക്കെ ആയി. അപ്പോൾ അവൻ്റെ കേക്കിൻ്റെ അടുത്ത് തന്നെ കൊണ്ട് ഇരുത്തിയിട്ടു. അപ്പോൾ ഇത് കേക്ക് ഹൗസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ. ആളിവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ബേക്കറാണ്. അപ്പോൾ ഹോം ബേക്കറാണ്. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. ബട്ടർ സ്കോച്ച് ഫ്ലേവർ ആയിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. ആർക്കെങ്കിലും വീട്ടിലുണ്ടാക്കുന്ന കേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ എന്തായാലും നമ്പർ സ്ക്രീനിൽ കൊടുക്കാം. ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാ അങ്ങനെ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എനിക്ക് കേക്ക് മുറിക്കാൻ സത്യം പറയുക ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലായിരുന്ന സമയത്തും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും എൻ്റെ അമ്മ എല്ലാ വർഷവും കേക്ക് വാങ്ങി തരായിരുന്നു. അറ്റ്ലീസ്റ്റ് ആരുടെയെങ്കിലും ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാവും. എന്നാൽ എല്ലാ ബർത്ത്ഡേക്കും മാക്സിമം കേക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ബർത്ത്ഡേ ജൂണിലായതുകൊണ്ട് June 9 സ്കൂൾ തുറക്കുന്ന ഒരു സമയമാണ്. അപ്പം മിക്കവാറും മഴക്കാലം ആയതുകൊണ്ട് പണിയൊക്കെ ഇല്ലാത്ത സമയമായിരിക്കും വീട്ടിൽ. അപ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉള്ളപ്പോഴാണ് ആകപ്പാടെ അങ്ങനെ മുറിക്കാതെ നിന്നിട്ടത്. അല്ലാത്തപ്പോൾ ഒക്കെ ആണെങ്കിലും എങ്ങനെയും അമ്മ ഒരു കേക്ക് വാങ്ങി തരാറുണ്ട്. ആ ഒരു സന്തോഷം എനിക്ക് കുഞ്ഞിലേ മുതൽ അറിയാം. പക്ഷേ ചേട്ടായി പറയും ഞാൻ വന്നതിന് ശേഷമാണ് ഞാനാണ് ആദ്യമായിട്ട് കേക്ക് വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ അതിന് ശേഷം ഞങ്ങൾ എല്ലാ വർഷം ഇങ്ങനെ കേക്ക് മുറിച്ചിട്ട് എനിക്ക് ബർത്ത്ഡേ ആയിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് പീസ് കേക്കെങ്കിലും മുറിക്കണം. അതെനിക്ക് ഭയങ്കര ഒരു നിർബന്ധമായിട്ട്. എല്ലാവർക്കും അത് വാങ്ങിക്കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആരോടും അറിയാതെ എന്നെ സർപ്രൈസായിട്ട് പ്ലാൻ ചെയ്യും. പിന്നെ സർപ്രൈസായിട്ട് ഗിഫ്റ്റും കൊണ്ട് കൊടുത്തു. ചേട്ടായിക്ക് അറിയായിരുന്നു ഞാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുമെന്ന്. ഇതുവരെ 6 വർഷവും ഞാൻ മുടങ്ങാതെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വർഷം ആൾക്ക് അറിയായിരുന്നു. പിന്നെ ചേട്ടയുടെ ഇപ്പം ഇട്ടിരിക്കുന്ന ടീഷർട്ട് ചേട്ടയുടെ കൂട്ടുകാരൻ വാങ്ങിച്ചു കൊടുത്താട്ടോ. അത് ഭയങ്കര സന്തോഷമായിപ്പോയി ആൾക്ക്. ആദ്യമായിട്ടാണ് ഒരാളിങ്ങനെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തതെന്ന് ഇങ്ങനെ പറഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഞാൻ മിക്കവാറും വാങ്ങി കൊടുക്കാറുണ്ട്. ഞാനല്ലാതെ ചേട്ടയ്ക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചു കൊടുത്ത അവനാന്ന് പറഞ്ഞ ചേട്ടയുടെ കൂട്ടുകാരെ സുബിനാട്ടോ വാങ്ങി കൊടുത്തത്. അപ്പം അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. അപ്പോൾ എന്തായാലും ഷർട്ട് കൊടുത്തപ്പോൾ തന്നെ അപ്പം തന്നെ നീ ഇട്ട് നോക്കുന്നുണ്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കണ്ടപ്പം അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഇട്ട് കഴിയുമ്പോൾ പറഞ്ഞാൽ നല്ല രസമുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ എൻ്റെ സെലക്ഷൻ ആദ്യമായി ചേട്ടയ്ക്ക് ഇഷ്ടപ്പെട്ടിരിക്കുകയാണല്ലേ. ഞാനും ചേട്ടൻ തമ്മിൽ സെലക്ഷൻ്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റാണ്. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പോസ്റ്റും വീഡിയോ ഒക്കെ കണ്ട് ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.